വാട്ട് ഡിഡ് യു ലൈക്ക് വെൻ യു ആർ എ ചൈൽഡ്? അത് ലൈഫിൽ അവർ വളരുന്നതോടുകൂടി പല ഘട്ടങ്ങളും അവർ സ്റ്റക്കായിപ്പോയി അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പോലും നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥകളിലൊക്കെ വരികയാണ്. അഭിമുഖീകരിക്കുക, ഒന്നിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റെപ്പ് വരുന്നത്. കാര്യം എന്താണ് പാഷൻ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് എന്താ പറയുക ഇഴുകിച്ചേരുക. നമസ്കാരം, സൈക്കോളജി ഫോർ ലൈഫ് പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീവിദ്യ സുബ്രഹ്മണ്യമാണ്. ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ടാണ് ഇന്ന് ഇന്നർ ചൈൽഡ് തെറാപ്പി എന്ന ആശയം കൂടുതലായി കണ്ടുവരുന്നത്? ഇന്നർ ചൈൽഡ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ചൈൽഡ്ഹുഡിൽ തൊട്ടുള്ള ട്രോമ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് അവരെ തെറപ്യൂട്ടിക്കലി പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ട്രോമയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നർ ചൈൽഡ് തെറാപ്പി ചെയ്യുന്നത്. പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, പല കാര്യങ്ങളോടും നമുക്ക് അവേർഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ലൈഫിൽ പല പോയിന്റിലും സ്റ്റക്കായി പോകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാവാത്ത ഒരു പോയിന്റ് വരുമ്പോഴാണ് നമ്മൾ ഇന്നർ ചൈൽഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ഇഗ്നോർ ചെയ്യുകയും മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി തളച്ചിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നമ്മുടെ ഉള്ളിലെ ആ ഒരു കുട്ടിത്തമാണ് ഈ ഇന്നർ ചൈൽഡ്. അപ്പോൾ അയാളെ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബ്ലോക്ക്സ് ക്ലിയറായി പോവും. ബേസിക്കലി വരുന്ന കൗൺസിലിംഗ് കേസസിൽ കൂടുതൽ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ അബ്യൂസസിൽ സ്റ്റക്കായി പോവാണ്. മിക്കവാറും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിൽ സെക്ഷൽ അബ്യൂസസ് ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് അവർ പുറത്തേക്ക് വരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം മിക്കവാറും അവരത് ഹൈഡ് ചെയ്ത് വെക്കുക, പലപ്പോഴും ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോവുക. അത് ലൈഫിൽ അവർ വളരുന്നതോടുകൂടി പല ഘട്ടങ്ങളും അവർ സ്റ്റക്കായിപ്പോയി അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പോലും നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥകളിലൊക്കെ വരികയാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇന്നർ ചൈൽഡ് തെറാപ്പി ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം ചേച്ചി പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ കുഞ്ഞിനെ നമ്മളവിടെ പിടിച്ചു നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു. ഇപ്പം ഒരു കൗൺസിലിംഗ് കേസ് തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു പെൺകുട്ടി PhD ചെയ്യുകയായിരുന്നു. അപ്പം പുള്ളിക്കാരി PhD ചെയ്യുന്നത് നിർത്തി വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല. കുറേ സ്ട്രെസ്സ് വരുന്നു. ഇപ്പം PhD ഓഫ് കോഴ്സ് നമുക്ക് നല്ല ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. കാര്യം ഒരുപാട് വായിക്കാനും എഴുതാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. നമ്മളുടെ ഇൻപുട്ടാണ് അവിടെ കൂടുതലും, നമ്മളുടെ ക്രിയേറ്റീവ്നെസ്സാണ് അവിടെ കൂടുതലും നോക്കിക്കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഒട്ടും ക്രിയേറ്റീവ് ആവാൻ പറ്റുന്നില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് PhD താല്പര്യമുള്ള വിഷയമാണെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സ്റ്റക്കായി പോവാണ്. അതുപോലെ തന്നെ ആ കുട്ടി PhD നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് സ്ട്രെസ്സായിട്ട് അവർ കുട്ടിയെ കൗൺസിലിങ്ങിന് പറഞ്ഞേക്കുക. സംസാരിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിന് 8 വയസ്സിലൊരു സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട്. 8 വയസ്സിൽ. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആരോടും പറയാനും പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ പറയുന്ന പോലെ സോ കോൾഡ് എല്ലാവരുടെ മുന്നിലും നല്ലൊരു വ്യക്തി എന്നുള്ളൊരു ഗുഡ് ബുക്സിലുള്ളൊരു മനുഷ്യനാണ്. അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പലർക്കും. അതൊന്നും വിശ്വസിക്കില്ല. 8 വയസ്സായ കുട്ടിക്ക് തോന്നണ ഒരു രീതിയായിട്ടേ അവരെടുക്കുന്നുള്ളൂ. അപ്പോൾ ആളത് ആരോടും പറഞ്ഞില്ല, ഞാനാണ് നുണ പറയണേന്നുള്ള രീതിയിൽ ആ കുട്ടി തന്നെ അതങ്ങോട്ട് തീരുമാനിച്ചു, ആരോടും ഡിസ്കസ് ചെയ്തില്ല. ഇത് ഈ കുട്ടി ഫേസ് ചെയ്യുന്നത് PhDക്കാണ്. ദാറ്റ് ഈസ് അറൗണ്ട് 24-25 വയസ്സല്ലേ. അപ്പോൾ 8 വയസ്സിൽ നിന്ന് 25 വയസ്സ് വരെ ആ കുട്ടി അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് സ്റ്റക്കായെന്നും തോന്നുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ആൾക്കാർ ഫേസ് ചെയ്യുമ്പോൾ, ഒരു റിലേഷൻഷിപ്പിലേക്ക് കിടക്കുമ്പോൾ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഡൗട്ട്ഫുൾനെസ് ആണ് ഉണ്ടാവണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെ തോന്നും, എന്നോട് ഇയാളെ വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ വെച്ചിട്ടാണോ പെരുമാറണേ, ഇതൊക്കെ ആ കുട്ടിയുടെ മൈൻഡിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പുറമേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒട്ടും ക്രിയേറ്റീവ് ആകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഇന്നർ ചൈൽഡ് തെറാപ്പി തന്നെയാണ് കൊടുത്തത്. ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ ഇങ്ങനെ. അപ്പം നമ്മുടെ കുഞ്ഞു മനസ്സിന് മുറിവേറ്റപ്പെട്ട ആ കാരണങ്ങൾ ഇപ്പം എങ്ങനെയാണ് തിരിച്ചറിയുക? യെസ്,
അതിന് നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതായത് പലപ്പോഴും ഇപ്പം ആനന്ദം മൂവിയിൽ പറയുന്നുണ്ട് എത്ര പേര് ഡെയിലി സൺസെറ്റ് ആൻഡ് സൺറൈസ് നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. എത്ര പേര് നമ്മൾക്കുള്ള ടാലൻസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും, എന്തൊക്കെയാണ് പോസിറ്റീവ്സ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ 2 കൗൺസിലിംഗ് ചെയ്തതിൽ ഞാൻ അവരോടൊരു 50 അവരുടെ സ്ട്രെങ്ത്ത് എഴുതാൻ പറഞ്ഞു, 50 വീക്ക്നെസ് എഴുതാൻ പറഞ്ഞു. വീക്ക്നെസ് 150 എണ്ണവും സ്ട്രെങ്ത്ത് 2 3 ഒക്കെയാണ് കിട്ടണേ. അതെ. അപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ കഴിവുകൾ എനിക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു 4 വയസ്സ് 5 വയസ്സ് കുട്ടിയോട് ചോദിച്ചു നോക്കൂ, അവന് സ്ട്രെങ്ത്തേ പറയാനുണ്ടാവുള്ളൂ അല്ലേ. ആ സാധനം നമ്മളുടെ സൊസൈറ്റിയിലേക്കൊക്കെ കടന്ന് കുട്ടി വളർന്നു വരുമ്പോൾ അവനെ അങ്ങോട്ട് അടിച്ചമർത്തി അവൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ വീക്ക്നെസ്സസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് കൂടുതലും സ്ട്രെങ്ത്ത് പറയാൻ പറ്റുന്നു, വളർന്നു വരുന്നവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമ്മളുടെ ഇന്നർ ചൈൽഡ് തൊട്ട്, അതായത് നമ്മളുടെ കുട്ടിത്തം നമ്മൾക്ക് എവിടെ നഷ്ടപ്പെട്ടോ ആ പോയിന്റ് തൊട്ട് ചിന്തിക്കുകയാണ്. നിങ്ങൾ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തിരുന്നു, വാട്ട് ഡിഡ് യു ലൈക്ക് വെൻ യു ആർ എ ചൈൽഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് ചിന്തിക്കണേ പലതും എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പം ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ അവരെക്കുറിച്ച് കൂടുതൽ ചൈൽഡ്ഹുഡ് തൊട്ട് ചിന്തിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞു അല്ലേ തെറാപ്പികൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ തെറാപ്പികൾ ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരും. എപ്പോഴാണ് ബുദ്ധിമുട്ട് എന്നുള്ളൊരു പ്രയോഗം വരുന്നത് വെച്ചാൽ നമ്മളത് കൺഫ്രണ്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾക്ക് ആദ്യം അഭിമുഖീകരിക്കുക എന്നുള്ളൊരു സംഗതി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം ഏറ്റവും എളുപ്പം എന്താ, നമുക്കത് നടന്നിട്ടില്ല അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡിനയൽ മോഡിലേക്ക് പോകും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ അത് കൺഫ്രണ്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം ഈ സാധനം എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വന്നു കഴിഞ്ഞാൽ ട്രിഗേർഡ് ആവും. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രിഗർ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു സാധനം നമ്മൾ ഡിനയൽ മോഡിൽ വെച്ചിട്ടുണ്ടല്ലോ, കൺഫ്രണ്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ നമ്മളുടെ ഈ ഇന്നർ ചൈൽഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ കൺഫ്രണ്ടേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. അപ്പോൾ അതിന് കൗൺസിലർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് അവരുടെ കൂടെ ഇരിക്കും. കൺഫ്രണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തെറാപ്പിസ്റ്റ് കൂടെ ഇരിക്കും. അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് അത് 2 പേർക്കും കൂടി ചേർന്ന് അഭിമുഖീകരിക്കാം. അപ്പം അഭിമുഖീകരിക്കുക, ഒന്നിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റെപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് കൺഫ്രണ്ടേഷനേക്കാൾ ഒരു പടിക്ക് താഴെ വേണമെങ്കിൽ ആക്സെപ്റ്റൻസ് എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്റ്റേജും ഉണ്ട്. അതായത് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നാലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു സാധനമാണ് അല്ലേ. അപ്പം അത് സംഭവിച്ചു, അത് കഴിഞ്ഞു, ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൺഫ്രണ്ടേഷനും ആക്സെപ്റ്റൻസും ഈ 2 സ്റ്റെപ്പാണ് ഇന്നർ ചൈൽഡ് ഭയങ്കര ബുദ്ധിമുട്ട് ഇതുവരെ ആൾക്കാർ പറയുന്നതും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെ, നമ്മളൊരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അക്സെപ്റ്റൻസ് എന്നുള്ള പോയിന്റിലേക്ക് അവരെത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ അവർ കാണുന്ന ലോകം തന്നെ വേറെ ആയിട്ട് മാറും. വളരെ എവിഡൻ്റാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നവർക്ക് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ല. കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞു. പുതിയ ഫ്രണ്ട്ഷിപ്സ് വരും, പുതിയ റിലേഷൻഷിപ്സ് വരും, ഒരുപാട് ക്രിയേറ്റീവായി തുടങ്ങും. ഇപ്പം നമ്മൾ DSKയിൽ തന്നെ റെജുവനേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെജുവനേഷൻ ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഇന്നർ ചൈൽഡ്. അപ്പോൾ അതിൽ 60 വയസ്സിന് മുകളിലുള്ള ഒരു ചേട്ടനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുഞ്ഞുനാൾ തൊട്ടേ എഴുതൽ, പദ്യം എഴുതുക, കഥ എഴുതുക, ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. അദ്ദേഹം മറന്നുപോയിരുന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് എഴുത്തിൻ്റെ പ്രവാഹമാണ്. നിർഗളം വാക്കുകൾ ഒഴുകുകയാണ് അദ്ദേഹത്തിന്.
അപ്പോൾ അതൊരു ഓപ്പണിംഗ് ആണ്. ആക്സെപ്റ്റൻസ് പോയിന്റ് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ എന്തിലാണോ പാഷനേറ്റ് അത് കണ്ടുപിടിച്ച് അതിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അവർക്ക്. ചേച്ചി ഇപ്പോൾ പറഞ്ഞു എന്താ അവർക്കൊരു ഇൻഡിപെൻഡൻസ് കിട്ടുന്ന പോലെയാണ് പിന്നെ ഇടുള്ള ഇതെന്ന്. ചേച്ചിക്ക് അതേപോലെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി ഇന്നർ ചൈൽഡ് പുറമെയുള്ള ആൾക്കാരെ പറയുന്നതിനേക്കാളും നല്ലത് എൻ്റെ എക്സാമ്പിൾ തന്നെ പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നർ ചൈൽഡ് എനിക്ക് ചെയ്തിരുന്നത് ശ്രീനാഥ്ജിയാണ്. അപ്പോൾ അത് ശ്രീനാഥ്ജി ഇന്നർ ചൈൽഡ് എന്നൊന്നും പറഞ്ഞിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമേനെ ട്രീറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ശ്രീനാഥ്ജി എനിക്ക് ചെയ്ത് തന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിനൊരു തെറപ്പി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്കുണ്ടായ ചൈൽഡ്ഹുഡ് ട്രോമേനെ ഞാൻ ഫേസ് ചെയ്ത് കൺഫ്രണ്ട് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ 14 കൊല്ലമായിട്ട് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല അത്. ഞാൻ ഐ ആം നോട്ട് എ ബാങ്കർ. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബാങ്ക് ജോലി ഉപേക്ഷിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടം സൈക്കോളജിയും സംഗീതവുമാണ്. പിന്നെ ഞാൻ അതിലൊരു മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്തു. ഒരുമിച്ച് 2 ഡിഗ്രി എടുത്തു. എൻ്റെ ഒരു പബ്ലിക്കേഷൻ ഇന്ത്യൻ മ്യൂസിക് തെറാപ്പിയുടെ ബുക്കിൽ പബ്ലിഷായി. അപ്പോൾ ലൈക്ക് ഓപ്പൺ ആവുകയാണ്. ലൈക്ക് എന്താണ് ഞാനെന്ന് മനസ്സിലായ പിന്നെ ഞാനാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. കാര്യം എന്താണ് പാഷൻ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് എന്താ പറയുക ഇഴുകി ചേരുകയാണ് നമ്മൾ എല്ലാം, അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്ന് ചേരുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് മനസ്സിലാവുകയാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം നമ്മളിലേക്ക് വന്ന് ചേരും. ഇപ്പോൾ ഒരു ഇന്നർ ചൈൽഡ് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തിബന്ധങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സഹായിക്കും. തീർച്ചയായിട്ടും ഈ ഒട്ടുമിക്ക സെക്ഷൽ അബ്യൂസസ് കേസസ് വരുമ്പോൾ അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം അവർ പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കാര്യം എല്ലാ റിലേഷൻഷിപ്പിലും അവരൊരു ഡേഞ്ചർ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾ ഇപ്പം എന്തിനാ പറയുന്നത്, പെൺകുട്ടികളായിട്ടുള്ള പെൺകുട്ടിയായിട്ടുള്ള റിലേഷനാണ്, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അവർക്ക് പൂർണ്ണമായി അവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം ഒരുപാട് സ്നേഹം കിട്ടുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പം എല്ലാത്തിലും അവർക്കൊരു ലിമിറ്റേഷൻ വരികയാണ്. പ്രിജുഡിസായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതായത് എനിക്ക് നേരത്തെ ഉണ്ടായ അനുഭവം തന്നെ ഇവിടെയും അപ്ലിക്കബിൾ ആവുമോ, ഞാൻ സ്റ്റക്കായി പോവുമോ, അല്ലെങ്കിൽ അവരെന്നെ ചീറ്റ് ചെയ്യുമോ എന്നുള്ള ഓരോ തോന്നലുകൾ വരുന്നത് കൊണ്ടാണ് അവരതിൽ സ്റ്റക്കായി പോകുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാണുന്നത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും കോൺഫിഡൻസ് ഉണ്ടാക്കാനുമാണ്. ഇപ്പം സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഞാൻ സെക്ഷലി അബ്യൂസ്ഡ് എന്നുള്ള വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെയാണ് കുറേ ആൾക്കാർ സ്റ്റക്കായി പോകുന്നൊരു വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഹൗ ഡു യു ലുക്ക്, എത്ര ഭംഗിയുള്ള കുട്ടിയാണെങ്കിലും എന്നെ കാണാനൊരു ഭംഗിയില്ല, അല്ലെങ്കിൽ എൻ്റെ അവിടെ എക്സ്പോസ്ഡ് ആണോ ഇവിടെ എക്സ്പോസ്ഡ് ആണോ, ഞാൻ എന്താ പറയുന്നത്, അവരെങ്ങനെയായിരിക്കും എന്നെ നോക്കിക്കാണുന്നത് എന്നുള്ളതൊക്കെ അവരുടെ ഒരു സ്ട്രെസ് പോയിൻ്റായിട്ട് മാറുകയാണ്. ഇപ്പം പർദ്ദ ഇട്ട് നടക്കുകയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. എങ്ങനെയാണ് ഒരാൾ ആ കുട്ടിയെ നോക്കുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു കോൺഫിഡൻസ് എന്താ പറയുക, അവരുടെ കോൺഫിഡൻസ് ഇല്ലാതെ ആക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ. അതേപോലെ റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോഴായാലും ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ദേ ഗെറ്റ് സറണ്ടേർഡ് ടു എ റിലേഷൻഷിപ്പ്. അതായത് ഇനി എനിക്ക് വേറൊരു റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ടാവില്ല, സോ ലെറ്റ് മീ ഗോ ദ റിലേഷൻഷിപ്പ് ഐ ഹാവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അടിമയായി മാറുകയാണ് ബാക്കിയുള്ളവരുടെ, അവരെ തന്നെ ലിമിറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക സങ്കടമുള്ള കാര്യങ്ങളാണ്. ഇന്നർ ചൈൽഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നതാണ്. കൂടുതലും വരുന്ന കേസസ് ലൈക്ക് കോൺഫിഡൻസ് ഇല്ല, സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ട്രെസ്സ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് കേസസ് വരുന്നുണ്ട്. കുട്ടികളിൽ ലൈക്ക് ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ യൂത്തിലൊക്കെ ഭയങ്കരമായി കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇപ്പം ചേച്ചി പറഞ്ഞല്ലേ പ്രായമായവർക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ചേച്ചി പറഞ്ഞു ഒരാളിങ്ങനെ എഴുത്തിലൂടെ പോയിന്ന്, അതുപോലെ വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിളായിട്ട്? വേറൊരു ചേട്ടനുണ്ടായിരുന്നത് പാടാൻ ഭയങ്കര താല്പര്യമുള്ളൊരു ചേട്ടനാണ്. പക്ഷേ
ആ ചേട്ടൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ആ ചേട്ടന് പാടാൻ കഴിവില്ല എന്ന് വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആഗ്രഹത്തിനെ തല്ലിക്കെടുത്തേണ്ടി വന്നിട്ട് പിന്നെ ഇന്നർ ചൈൽഡിലൂടെ വന്നു, അത് ഫേസ് ചെയ്തു. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും പാട്ട് പാടുന്നുണ്ട്. എല്ലാ ഗുരുപൂർണിമയ്ക്കും ടീച്ചേഴ്സ് ഡേക്കും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക, മാസീവായിട്ടുള്ള ചേഞ്ചസ് ആണ്. അതായത് അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നു, പാടാൻ താല്പര്യമുള്ള ആൾക്കാർ അത് മനസ്സിലാക്കി വീണ്ടും പാട്ട് പാടി തുടങ്ങുന്നു. ഇതേപോലെ പ്ലസ് ടുവിൽ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ അവന് താല്പര്യം ആർട്ടിസ്റ്റ് ആവാനാണെന്നാണ് എൻ്റെ ഓർമ്മ. അവനെ വീട്ടുകാർ പഠിപ്പിക്കുന്നത് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടും. അപ്പോൾ ചേച്ചി എനിക്ക് ഡോക്ടർ ആവണ്ട, എൻ്റെ താല്പര്യം ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവൻ്റെ ഗോൾ സെറ്റ് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ബി ആൻ ആർട്ടിസ്റ്റ്. അതും നിസാര രീതിയിലല്ല, ഹീ ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ആൻ ഇൻ്റർനാഷണൽ ഫേമസ് ആർട്ടിസ്റ്റ്. അപ്പോൾ അവൻ്റെ ആഗ്രഹം അവൻ കണ്ടുപിടിച്ച് അവിടെ തന്നെ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അവൻ 15 വയസ്സായിട്ടുള്ളൂ, അവൻ കുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ ചൈൽഡ്ഹുഡ് പാഷൻ അപ്പോഴേ അവനത് കണ്ടുപിടിച്ച് 15 വയസ്സിൽ ഭാഗ്യം കൊണ്ട് അവനത് കറക്റ്റ് ചെയ്യാൻ പറ്റി. ഇന്നർ ചൈൽഡിലൂടെ അവന് വീട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി, ഇതാണ് സംഭവം, ഇങ്ങനെയാണ് എന്നുള്ളത്. ലക്കിലി വീട്ടുകാർക്കും മനസ്സിലായതുകൊണ്ട് അത് മുന്നോട്ട് പോയി. അപ്പം ലൈക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിനും, ഇപ്പം നമ്മൾ ടീനേജറിനെ പറഞ്ഞു, മിഡിൽ ഏജിനെ പറഞ്ഞു, അത് കഴിഞ്ഞ് ഓൾഡ് ഏജിനെ പറഞ്ഞു. അപ്പം എല്ലാ ഏജിലും ഇത് ആപ്ലിക്കബിളാണ്. ചേച്ചി ഇപ്പോൾ പറയാണ്, മനസ്സിലാണ്ടാവുന്ന കുറ്റബോധങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ദുഃഖം, അത് ഇന്നർ ചൈൽഡ് തെറാപ്പിയെ എങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നു? കുറ്റബോധം എന്നുള്ള സംഭവം നമ്മൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ കാര്യമായി നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണ് എന്നായിരിക്കും ആദ്യം പറയുന്നത് അല്ലേ. അപ്പോൾ അത് നീ ശ്രദ്ധിച്ചില്ല, നിനക്ക് നിൻ്റെ ലോജിക്ക് വെച്ച് നിനക്ക് ആലോചിച്ചൂടെ എന്താണ് അയാൾ അപ്രോച്ച് ചെയ്യുന്ന രീതിന്ന് എന്ന് പറഞ്ഞ് ആദ്യത്തെ പോയിന്റ് നമ്മളെ കുറ്റം പറയാന്നുള്ളതാണ് അല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഞാൻ ഭയങ്കര തെറ്റുകാരിയായോ, ഞാൻ ചെയ്തത് ഇത്രയും വലിയ തെറ്റാണോ. പക്ഷെ ആ കുട്ടിക്ക് ചിലപ്പോൾ അറിയണ പോലും ഉണ്ടാവില്ല എങ്ങനെ പ്രതികരിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ കുറ്റപ്പെടുത്തലാണ് ആദ്യത്തെ സാധനം. അപ്പം എന്താ പറയുന്നത്, ഓൾറെഡി ആ കുട്ടി അപ്പോൾ ലിമിറ്റഡായി, ഓൾറെഡി മൈൻഡിൽ വരുന്ന എന്താ, ഞാൻ തെറ്റുകാരി അല്ലേ. അപ്പോൾ എത്ര കുട്ടികളുണ്ടാവും. ഇപ്പോൾ തലമുറ മാറി വരുന്നുണ്ട്, കുട്ടികൾ കുറേ കൂടി എന്താണ് ബ്രോഡ്ലി ചിന്തിക്കുന്നുണ്ട്, എല്ലാവരെയും നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിലും ഭയങ്കര എന്താ പറയുക, നെയ്വായിട്ടുള്ള കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ആദ്യം മനസ്സിലാവുന്ന പോയിന്റ് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അപ്പം തന്നെ ലിമിറ്റഡായി, പിന്നെ അത് ആരോടെങ്കിലും പറയാൻ ബുദ്ധിമുട്ടായി, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തുമോ, ഉപദേശമായിരിക്കുമോ എന്നുള്ളതിലൊക്കെ ഉള്ളിൽ കിടന്ന് പിന്നെ അത് വേറെ ബിഹേവിയേഴ്സായിട്ട് മാറുകയാണ് ചെയ്യണത്. അവർ പോലും അറിയാത്ത രീതിയിലുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് അവരുടെ ഉള്ളിലേക്ക് വന്നു ചേരുകയാണ്. ചേച്ചി, തെറാപ്പിക്ക് ശേഷം എങ്ങനെയാണ് ഇവരുടെ ജീവിതം മാറുന്നത്? തെറാപ്പിക്ക് ശേഷം അവർ കുറേ കൂടി അവരെ മനസ്സിലാക്കുകയാണ്, ഇന്നർ സെൽഫിനെ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്താ, ഇന്നർ സെൽഫിനെ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾക്ക് അറിയാം, കുറേ സ്പിരിച്വൽ ലേണിങ്സ് എല്ലാം ആണെങ്കിലും സൈക്കോളജിക്കൽ ക്ലാസ്സസ് ആണെങ്കിലും അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ലവ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. സെൽഫ് ലവ്, നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുക, നമ്മളുടെ ആഗ്രഹങ്ങൾ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി എത്രയോ പേര് ബ്യൂട്ടി പാർലറിൽ പോവുക, സ്പാ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനെ സെൽഫ് ലവ് ട്രെൻഡിങ് ആയിട്ട് വിൽക്കുന്ന സമയത്ത് ഇന്നർ സെൽഫിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നർ ചൈൽഡ് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. അപ്പം ഇതിൽ സെൽഫ് ലവ് എന്നുള്ളതിൽ ഉപരി നമ്മളെന്താണ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ്, വാട്ട് ഷുഡ് ഐ ബി, എന്താണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് കൂടുതൽ അവർക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. സോ അവരുടെ മൈൻഡിലുള്ള ബ്ലോക്സ് മാറുന്നു, കുറേ കൂടി വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്.
ചേച്ചി, ഇന്നർ ചൈൽഡ് തെറാപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമുക്ക് എങ്ങനെയായിരിക്കും ചേച്ചി അതിനോടൊന്ന്? യെസ്, DSK ഉടനെ തന്നെ ഇന്നർ ചൈൽഡ് തെറാപ്പിയുടെ ഒരു കോഴ്സ് വരുന്നുണ്ട്. DSK പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലൈഫിൽ എവിടെയെങ്കിലും സ്റ്റക്കായിപ്പോയി, എനിക്കിതല്ല താല്പര്യം, എനിക്ക് എനിക്ക് എന്തൊക്കെയോ സ്ട്രെസ് പോയിൻറ്റ്സ് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് തെറാപ്പി എന്ന് മനസ്സിലാക്കി ജോയിൻ ചെയ്യണം എന്നില്ല. എന്തെങ്കിലും ഐ വോണ്ട് ടു ബി ബെറ്റർ പേഴ്സൺ എന്ന് തോന്നുന്നവർക്കും ഇത് ചെയ്യാം. അപ്പോൾ ഇന്നർ ചൈൽഡ് തെറാപ്പി നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ക്വസ്റ്റനെയറിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയാണ്. അപ്പം ആ ക്വസ്റ്റനെയറിൽ തന്നെ അവർക്ക് കുറേ കൂടി അവരെ ബെറ്റർ മനസ്സിലാവും. ലൈക്ക് എന്ത് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവർ തന്നെ ആ കോഴ്സിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഞാൻ ആ കോഴ്സിൽ അവരുടെ ഒരു ലീഡായിട്ട് നിൽക്കുകയുള്ളൂ. വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറയുള്ളൂ. ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു മെഡിറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ മെഡിറ്റേഷനിൽ അവർ തന്നെ ചിന്തിക്കാനുള്ള ടൈം കൊടുക്കും. ലൈറ്റ് കാമിങ് മ്യൂസിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ആ മ്യൂസിക് കേൾക്കുമ്പോൾ അവർക്ക് അവരോട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു നോക്കും. മ്യൂസിക് തെറാപ്പി എത്രത്തോളം ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മ്യൂസിക് തെറാപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം പേഴ്സണലൈസ്ഡ് മ്യൂസിക് വെച്ചിട്ട് എങ്ങനെ നമ്മളുടെ ഓരോ ഇമോഷൻസിനെ നമുക്ക് മ്യൂസിക്കിലൂടെ കണക്ട് ചെയ്യാം എന്നുള്ളതും നമുക്ക് കോഴ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആൾക്കാർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാട്ടിൻ്റെ ലിറിക്സ് കേൾക്കുമ്പോഴായിരിക്കും അയാളുടെ കുറേ ഇമോഷൻസ് ആ പാട്ടിൻ്റെ ലിറിക്സിലേക്ക് അയാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അയാൾ എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് മനസ്സിലാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കാനും തിരിച്ചറിവുകൾ ഉണ്ടാവാനും സാധിക്കും. അപ്പോൾ ഈ കോഴ്സിൽ അവർ ജേർണലിംഗ് കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ തന്നെ വാട്ട് ഈസ് ദെയർ ഇൻസൈഡ് യു കംസ് ഔട്ട് ത്രൂ ജേർണലിംഗ് അല്ലേ. കൗൺസിലിങ്ങിൻ്റെ വലിയൊരു പോയിൻ്റാണ് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡെയിലി ജേർണലിംഗ് ചെയ്യലുണ്ട്. ഒരു 10 ഡേ കോഴ്സ് ആകുമ്പോൾ ആ 10 ഡേയ്സും ഇവർ ജേർണലിംഗ് ചെയ്യണം. ഓരോ ക്വസ്റ്റിന് അവർ ആൻസർ ചെയ്യുന്നത് ഓരോ ദിവസവും ഈ 10 ക്വസ്റ്റിനും ആൻസർ ചെയ്യണം. അപ്പം കാര്യം 10ാമത്തെ ദിവസം ആകുമ്പോൾ ഇവരുടെ വീക്ക്നെസ്സസ് കുറയുകയും സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരവരുടെ ഇന്നർ ചൈൽഡായിട്ട് സംസാരിക്കുകയാണ്. അവർ മാത്രമേ ഉള്ളൂ, അവരും അവരുടെ ഇന്നർ ചൈൽഡ് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രോസസ്സിൽ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് കൺഫ്രണ്ടേഷൻ ടൈമിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ റോൾ അവിടെ വരുന്നത്. നമ്മൾ അവരുടെ കൂടെ തന്നെ നിന്ന് അത് കൺഫ്രണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു 10 ഡേ കോഴ്സായിട്ട് DSK ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ ഓട്ടിസത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൊസൈറ്റിയിൽ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നല്ലതും കേൾക്കുന്നുണ്ട്, അതേപോലെ അതിൻ്റെ ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ചേച്ചിക്ക് അതിനോട് എന്താണ് പറയാനുള്ളത്? ഓട്ടിസം കുട്ടികളുടെ അടുത്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി കുറെ കൂടെ ബെറ്റർ ആക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അവരെ പലപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികൾ, അവരെ മനസ്സിലാക്കുന്ന രീതികൾ പലപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അവരിതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അവർ ദേഷ്യം കാണിക്കണേ, വാശി കാണിക്കണേ എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിനുള്ള റെമഡീസാണ് നമ്മൾ എടുക്കണേ. പക്ഷേ ഓട്ടിസം കുട്ടികൾ കൂടുതൽ സെൻസറി ആണെന്ന് നമുക്കറിയാലോ. അപ്പം സെൻസറി നീഡ് മീറ്റ് ചെയ്യാതെ വരുന്ന പല പോയിൻറ്റ്സിലും അവർ ഹൈപ്പറായി മാറാറുണ്ട്. അതല്ലെങ്കിൽ അവർ നമ്മളോട് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു, അസ്യൂം ചെയ്ത് കഴിഞ്ഞു ഇതാണ് അവർ വിചാരിക്കണേന്നുള്ളത്. അപ്പോൾ നമ്മളതിന് ആ തീരുമാനത്തിൽ നമ്മൾ അങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നില്ല. അപ്പോൾ അവർ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കണ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പലപ്പോഴും സ്പീച്ച് ഡിലേ വരുന്ന സമയത്ത് മുദ്ര കുത്തപ്പെടുകയാണ് മിക്ക കുട്ടികളും നോൺ വെർബൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യം മിണ്ടാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ മിണ്ടാതെ തന്നെ ആൾക്കാർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി മെത്തേഡ് എന്താ?
മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് വിശക്കണു, അല്ലെങ്കിൽ എന്താണ് അവന് എന്തെങ്കിലും ഒരു വസ്തു വേണം, അപ്പോൾ അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ സാധനം അവൻ്റെ മുന്നിലെത്തുക. അതെ, ഭക്ഷണം അവൻ ചോദിക്കുന്നതിന് മുന്നേ ഭക്ഷണം മുന്നിൽ വരുന്നു. ഇപ്പം അവനൊരു ബോൾ വേണം, അപ്പം അവൻ ബോളിലേക്ക് നോക്കണതിന് മുന്നേ ബോൾ അവൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. വിചാരിക്കണം മുന്നേ സാധനങ്ങൾ മുന്നിലെത്തല്ലേ. അപ്പം എന്തിനാ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ അവൻ പിന്നെ അത് ഡെവലപ്പായി വരുമ്പോൾ എന്താ ഉണ്ടാവുക, അവൻ വിചാരിക്കും ഞാൻ പറയുന്നതിന് മുന്നേ എനിക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇന്ന സാധനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഉടനെ അവൻ അടുത്ത ആക്ടിവിറ്റീസ് തുടങ്ങും. അതായത് ഹൈപ്പർ ആക്റ്റീവ് ആവും, ദേഷ്യം വരും, സാധനങ്ങൾ വലിച്ചെറിയും. ഇത് തുടങ്ങി വെച്ചതാരാ? നമ്മൾ തന്നെയാണ് അല്ലേ? അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് ഓട്ടിസം ആവണമെന്നില്ല. ചെറിയ കുട്ടികളോടും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അവൻ പറയുന്നതിന് മുന്നേ തന്നെ അവന് കയ്യിലേക്ക് സാധനം എത്തുമ്പോൾ അവന് കമ്മ്യൂണിക്കേഷൻ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്പീച്ച് ഡിലേ വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി അവരെ നോൺ വെർബലാക്കി മാറ്റുകയാണ്. പിന്നെ അവർ ആജീവനാന്തം നോൺ വെർബലായി മാറുന്നു. ഇപ്പോൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിസ്റ്റിനോട് ചോദിച്ചാൽ നമുക്കറിയാം, അവർ പറയും ഫോഴ്സ് ദം ടു സ്പീക്ക്, അല്ലെങ്കിൽ ഫോഴ്സ് എന്നുള്ളതില്ലെങ്കിൽ പ്രൊമോട്ട് ദം ടു സ്പീക്ക്, എൻകറേജ് ദം ടു സ്പീക്ക് എന്നാണ് പറയുക. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ബോളാണ് കയ്യിലിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോൾ നമ്മൾ അവൻ്റെ അടുത്തേക്ക് കൊടുക്കണമെങ്കിൽ ഹീ ഷുഡ് ആസ്ക് ഫോർ ദ ബോൾ. അപ്പോൾ ബോൾ തരുമോ, അല്ലെങ്കിൽ ബോൾ അറ്റ്ലീസ്റ്റ് ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ അത് കൊടുക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഹീൽ സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഹി കാൺ കമ്മ്യൂണിക്കേറ്റ്. എല്ലാം ഞാൻ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം താറുമാറാവും, തരികിടയാവും എന്നുള്ള രീതിയിൽ പേരൻസ് നേരത്തെ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യാണ്. അപ്പം ദാറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോബ്ലം ഫോർ ദെയർ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ പാരൻസിന് നമ്മൾ എന്ത് അവയർനെസ് ആണ് അതിൽ കൊടുക്കാനായിട്ട് സാധിക്കുക? പാരൻസിനെ മാത്രമേ അവയർനെസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിലും തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന കുട്ടിയാണെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് പേരൻസിൻ്റെ കൂടെയാണ് അല്ലേ. പോവുക വരിക, ഏറ്റവും കൂടുതൽ അവൻ്റെ എല്ലാ ആക്ഷൻസും അല്ലെങ്കിൽ അവൻ്റെ സേഫ് പ്ലേസ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ നമ്മളുടെ ആയാലും സേഫ് പ്ലേസസ് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ ആ വീട്ടിൽ അവൻ കാണിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പേരൻസ് ആണ്. അപ്പോൾ പേരൻസ് ആദ്യമേ അവനെ ലിമിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം പറയേണ്ട സംഭവം. വൈ ഈസ് ഹി ഡൂയിങ് ദാറ്റ് എന്നുള്ളതാണ് അവർ ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഓട്ടിസം കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് പേരൻസിന് പലപ്പോഴും അവർക്ക് നാണക്കേടാണ് പബ്ലിക്കിൽ കൊണ്ടുപോകാൻ. കാര്യം ഇവൻ ചിലപ്പം പബ്ലിക്കിൽ കിടന്നിട്ട് കാണിക്കണ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് കാണുമ്പം ദേ ഫീൽ എംബാരസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തിങ് ദേ ഡോണ്ട് ടേക്ക് ഹിം ഔട്ട് സൈഡ് ഓർ ഹെർ ഔട്ട് സൈഡ്. അപ്പം ഉടനെ അവന് സോഷ്യൽ ആങ്സൈറ്റി ഡെവലപ്പ് ആവുകയാണ്. ബിക്കോസ് കുട്ടി എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പബ്ലിക്കിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവും അല്ലേ. അപ്പം he's been started limiting. അപ്പോൾ ലിമിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് ലിമിറ്റേഷൻ സോഷ്യൽ ആങ്സൈറ്റി. സെക്കൻഡ് ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഹി ഗെറ്റ്സ് വാട്ട് ഹി വാണ്ട്സ്. സോ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റേഷൻ വരികയാണ്. അത് കഴിഞ്ഞ് അവൻ്റെ ഹൈപ്പർ ആക്റ്റീവ്നെസ് വരികയാണ്. ബിക്കോസ് യു ഡീൻ അലൗ ഹിം ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ അവൻ വേണ്ട സാധനം കിട്ടാതെ വരുന്ന സമയത്ത് ഹി ഗെറ്റ്സ് ആംഗ്രി, ഹി ഗെറ്റ്സ് ഹൈപ്പർ ആക്റ്റീവ്, അല്ലെങ്കിൽ അവൻ്റെ സെൻസറി നീഡ് മീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അവനെ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അവൻ്റെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടിസം ഇസ് ജസ്റ്റ് ന്യൂറോ ഡൈവേർജൻസി അല്ലേ. അതൊരു കണ്ടീഷനാണ്, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് അവർക്ക് ഇൻ്റലക്ച്വലി ഭയങ്കര ലോ ആണ്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ വേറെ കഴിവുകളില്ല. അങ്ങനത്തെ കുട്ടികളല്ല. അവൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഒബ്വിയസ്ലി പേരൻസ് ആണ്. അല്ലെങ്കിൽ ടീച്ചേഴ്സ്, തെറപ്പിസ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഹെൽപ്പ് വാങ്ങിക്കുമ്പോൾ ദേ ഷുഡ് അഗെയിൻ അണ്ടർസ്റ്റാൻഡ് എൻ്റെ കുട്ടി ഇത് ചെയ്യുന്നത് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ബ്രിങ് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ചേച്ചി ഇപ്പോൾ പറഞ്ഞുവല്ലോ ഇതിന് സ്കൂളുകളിൽ ടീച്ചേഴ്സ്, അപ്പോൾ ഇവർക്ക് അവയർനെസ്, ഈ ടീച്ചേഴ്സിന് അവയർനെസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? അതോ ടീച്ചേഴ്സ് ഇതേപോലെ കൗൺസിലേഴ്സിൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് അറിയാവുന്നതുണ്ടോ? എല്ലാം പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ ഞാൻ
പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ടീം ലീഡായിരുന്നു. ഞാൻ അവിടെ വരുന്ന എല്ലാവരോടും പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ആൻ ഓപ്പൺ കോട്ട്സ്. അപ്പോൾ എന്തിനാ അവൻ ചെയ്യണമെന്നുള്ളത് യു തിങ്ക് വിത്ത് യുവർ ഓൺ ഇൻ്റലക്ട്. നിങ്ങൾ ആലോചിക്കുക എന്തിനായിരിക്കും അവൻ അങ്ങനെ ചെയ്യണേന്ന്. ഇപ്പം അവിടെ വന്നൊരു കേസിൽ ഒരു മോൻ കണ്ണടച്ചു. അപ്പം അവൻ കണ്ണടയ്ക്കാൻ എന്തിന് കണ്ണടച്ചു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. അപ്പോൾ അവിടെ അവൻ്റെ കൂടെ 2 ടീച്ചിങ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ അനാവശ്യമായി കയറി വന്നതാണ്, ഒരാൾ അവൻ്റെ സ്വന്തം ടീച്ചിങ് അസിസ്റ്റൻ്റാണ്. അപ്പോൾ ആ അനാവശ്യമായി കയറി വന്ന ആൾ വന്നപ്പോൾ ഹീ ബിക്കെയിം ഇൻ എ ക്ലോസ്ഡ് സർക്കിൾ. അല്ലേ, അവൻ പേടിയാവും. ഇപ്പം അശ്വതിയുടെ 2 സൈഡിലും ആൾക്കാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അശ്വതി ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ അശ്വതിനെ വാച്ച് ചെയ്യുന്നുണ്ടോ, അശ്വതി കുറെ കൂടെ കോൺഷ്യസ് ആവും. അല്ലേ, ഒരു പേടി വരും. ഇത് ജനറലല്ലേ. അപ്പം ഇതൊരു 5 വയസ്സായ കുട്ടിക്കും അവന് ഓട്ടിസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹി വിൽ ബി കോൺഷ്യസ് ആൻഡ് ഹി വിൽ ഗെറ്റ് സ്കേർഡ്. അല്ലേ, അതെ. അപ്പം ഇവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, സോഷ്യലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ അവർ പതുക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവൻ കണ്ണടച്ചു. അപ്പോൾ അതിലൊരാൾ പറയാണ് അവൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് കണ്ണടച്ചത്. ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് കണ്ണടച്ചത്, അവൻ്റെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കണ്ണടച്ചത്, ഹീ ഷുഡ് ബി പണിഷ്ഡ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവണേ? ഹി തിങ്സ് വാട്ട് എവർ ഐ എം നോട്ട് സേഫ് എനിവെയർ. അല്ലേ, ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ച കാര്യമല്ല അവർ മനസ്സിലാക്കിയത്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് പണിഷ്മെന്റ് ആണ്. അപ്പോൾ അവൻ പണിഷ്മെന്റിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്ത് തുടങ്ങും. ഹി വിൽ സ്റ്റാർട്ട് ത്രോയിങ് ടാൻഡ്രംസ്. അപ്പോൾ ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ എന്താ നോർമലി നമുക്ക് വരുന്ന കാര്യമല്ലേ, നമ്മളെ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും ഇല്ലേ. അപ്പോൾ ആ 5 വയസ്സായവന് അവൻ കണ്ണടച്ചത് അവന് പേടിയായതുകൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്തത് അവൻ ഇനിയിപ്പോൾ ലൈറ്റ്, ഇവർക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളോടും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പം മൈഗ്രെയിൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി സെൻസിറ്റീവ് ടു ലൈറ്റ്സ് ആൻഡ് സൗണ്ട്. അല്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഇവർക്ക് ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം ആ സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ റൂമിൽ ലൈറ്റിംഗ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അവന് ഓക്കെ ആവുന്നുണ്ടോ നമ്മൾ നോക്കണം. അതല്ല ആൾക്കാരെ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ലിവ് ഹിം അലോൺ അവന് ശരിയാവുന്നുണ്ടോ നോക്കാം. അല്ലാതെ ഇഫ് യു ഗോ ഗിവ് ഹിം എ പണിഷ്മെൻറ്റ് യു ആർ ലിമിറ്റിംഗ് ദ ചൈൽഡ് ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ ഇതിലാരാ മനസ്സിലാക്കേണ്ടത്? ഇത് എവിടെയും കോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ദിസ് ഷുഡ് ബി യുവർ ബേസിക് നോളജ്. അതെ, അപ്പോൾ ഇത് നമ്മളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം അവൻ പേടിച്ചിട്ടായിരിക്കും കണ്ണടച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ ഡോണ്ട് ജഡ്ജ് ഹിം. അല്ലേ, ഡോണ്ട് ജഡ്ജ് ഹിം ലൈക്ക് ഹീ ഈസ് ഡൂയിങ് സംതിങ് റോങ്. നോ, ദർ വിൽ ബി എ റീസൺ വൈ ഹീ ഈസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. അതേപോലെ ഒരു കുട്ടിയുടെ കയ്യിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു ഉണ്ട് വിചാരിക്കും. ഹീ വിൽ ബി ഓൾവേസ് ക്യാരിയിങ് ഇറ്റ് വിത്ത് ഹിം. നമ്മളും കൊണ്ടു നടക്കാറില്ലേ? അതെ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വാച്ചാണ്. ഞാൻ എവിടെ പോയാലും ഈ വാച്ചും കെട്ടിയേ പോവുള്ളൂ. ഈ വാച്ച് എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് മിസ്സിങ്. ഞാനല്ല, ബിക്കോസ് ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഓൾവേസ് ദെയർ വിത്ത് മീ. അപ്പോൾ ഇത് തന്നെയാണ് അവൻ്റെ കാര്യത്തിലും. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ അത് കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ചോദിക്കുകയാണ് അവനോട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ബേസിക് കോമൺ സെൻസ് അല്ലേ. അപ്പോൾ അതിനെ അവനെ പണിഷ് ചെയ്യുക. അപ്പോൾ പണിഷ് ചെയ്യാൻ അവൻ സമ്മതിക്കില്ല. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള ഒരു സാധനം നിങ്ങൾ എടുത്ത് വെച്ചിട്ട് എന്നെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാണ്ട്. അല്ലേ, അതിന് പണിഷ്മെൻ്റായി, തിങ്കിങ് ടൈമായി, അവനെ മൂലയിലിരുത്തുക, ടൈമർ വെച്ചിരുത്തുക, നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി അവനോട് സംസാരിക്കുക. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. യു ആർ ലിമിറ്റിംഗ് ദ ചൈൽഡ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ബേസിക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് ഒരു ട്രെയിനിങ് കോഴ്സിൽ പോയിട്ടും കാര്യമില്ല. ദിസ് ഇസ് അസ് ടു ബി എംപത്തറ്റിക് ടു ദ ചൈൽഡ്. എന്തുകൊണ്ട് അവൻ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ദെൻ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. അപ്പോൾ പണിഷ്മെൻറ്റ് ഷുഡ് ബി ദ ലാസ്റ്റ് വൺ. ഇഫ് ഹീ ഈസ് ഹേർട്ടിങ് സമ്മൺ, അല്ലെങ്കിൽ ആരെങ്കിലും ഫിസിക്കലി ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ പണിഷ്. അതല്ലാതെ അവരുടെ സെൻസറി നീഡ് മീറ്റ് ചെയ്യാത്തത് കൊണ്ടോ അവരുടെ ഇമോഷണൽ നീഡ് മീറ്റ് ചെയ്യാത്തത് കൊണ്ടോ അവരെന്തെങ്കിലും ടാൻഡ്രംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോട്ട് ബി പണിഷ്ഡ്. അല്ലേ, നോ വൺ ഷുഡ് ബി പണിഷ്ഡ്. യെസ്, ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന മെയിനായിട്ടുള്ള കാര്യമാണ്
ആളുകളോട് പറയാനായി മടി. ഇപ്പോൾ ഒരു റിലേറ്റീവ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ കുട്ടീനെ മാറ്റി നിർത്തുക, അതിനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പേരൻസ് ആണ് ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. എൻ്റെ കുട്ടിക്ക് ഒരു ന്യൂറോ ഡൈവേർജൻസി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഓട്ടിസ്റ്റിക് ആണ് എന്നുള്ളത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടത് പേരൻസ് തന്നെയാണ്. പേരൻസ് ആക്സെപ്റ്റ് ചെയ്യാത്തൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് കുട്ടിയെ പബ്ലിക്കിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തോ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ കുട്ടിയെ അറിയില്ല, അപ്പം ഞാൻ അപ്പോൾ അവനെ ടൈറ്റിൽ വരികയാണ് ഹീസ് അൺപ്രഡിക്റ്റബിൾ ഓർ ഷീ ഈസ് അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ലോകത്തെല്ലാവർക്കും പേടിയാണ് അല്ലേ. അപ്പോൾ ഈ എൻ്റെ സ്വന്തം കുട്ടി ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പബ്ലിക്കിൽ കാണിക്കാൻ ഒബ്വിയസ്ലി പേരൻസിന് പേടിയുണ്ടാവും. അപ്പോൾ എന്താണ്, പക്ഷേ ഇപ്പം നമ്മൾ അല്ലാതെ ഉള്ള കുട്ടികളുടെ അടുത്ത് അവൻ എന്തിനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ 2 അടി കൊടുത്ത് അവനെ അവിടെ ഇരുത്താൻ പറ്റും, അവൻ്റെ ടാൻഡ്രംസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവൻ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനോ പബ്ലിക്കിലേക്ക് ഇവനെ കൊണ്ടുപോകാനോ ഒക്കെ ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരൻസ് ആക്ച്വലി ആദ്യമേ മനസ്സിലാക്കണം എൻ്റെ കുട്ടി എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്യാണ് എൻ്റെ കുട്ടി ന്യൂറോ ഡൈവേർജൻ്റ് ആണ് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആണ് എന്ന് ഞാൻ സ്വയമേവ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ കുട്ടിയാണ് അല്ലേ. എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് അവൻ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താലും ഹീസ് മൈൻ അല്ലേ, എൻ്റെ സ്വന്തം കുട്ടി എന്നുള്ള രീതിയിൽ പിന്നെ അവർക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കുറയും. അപ്പോൾ ആദ്യം അവരുടെ ആക്സെപ്റ്റൻസ് ആണ് വലുത്, പിന്നെയാണ് പബ്ലിക് ആക്സെപ്റ്റൻസിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പേരൻസ് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ചേച്ചി, ഇപ്പോൾ ഓട്ടിസം ഉള്ളൊരു കുട്ടിയുടെ പാരന്റിന് മറ്റൊരു പാരന്റിനോട് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ പുറത്ത് ലണ്ടനിൽ ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് എല്ലാ ട്യൂസ്ഡേയ്സും പേരൻസ് മീറ്റിംഗ് വെക്കും. രാവിലെ കുട്ടികൾ വരുന്നതോടുകൂടി പേരൻസും വരും. ഒരു 10-20 മിനിറ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ എല്ലാം ഓട്ടിസ്റ്റിക് കുട്ടികളുടെ പേരൻസാണ്. അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് എൻ്റെ മോൻ ഇതൊക്കെ ചെയ്യും, അപ്പോൾ ഞാൻ അവന് ഇങ്ങനെയൊക്കെയാണ് കാം ഡൗൺ ചെയ്യുന്നത്, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അവർ അതേപോലെ എന്തെങ്കിലും ഒരു ടിപ്സ് പറയും, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് പറയും, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്കിതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള പേരൻസ്, ഇപ്പം ഞാൻ ആസ് എ ടീച്ചർ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇവരെ നോക്കിയാൽ മതി, എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ തമ്മിലുള്ള ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ദേ ആർ ഹെൽപ്പിങ് ഈച്ച് അതർ. അപ്പം ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ പ്ലാറ്റ്ഫോം ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, അപ്പോൾ എൻ്റെ പോലെ വേറെയും അമ്മമാരുണ്ട് അല്ലെങ്കിൽ അച്ഛന്മാരുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കൊരു കംഫർട്ടാണ് അല്ലേ, നമുക്ക് നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരികയാണ്. അപ്പോൾ ആക്സെപ്റ്റൻസ് ലെവലും കൂടും. അപ്പം ഈ ഓട്ടിസ്റ്റിക് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഈ പേരൻസ് തമ്മിൽ മീറ്റ് ചെയ്തിട്ട് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ആക്ച്വലി അങ്ങനെ കുറേ മീറ്റിങ്സ് നടക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുട്ടികളില്ലാതെ തന്നെ പേരൻസ് മാത്രം മീറ്റ് ചെയ്യുന്നൊരവസ്ഥ. കാര്യം കുട്ടികളുള്ളപ്പോൾ അവർക്ക് എപ്പോഴും കുട്ടികളെ പറ്റിയുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മീറ്റിങ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഡിസ്കഷൻസ് ഒക്കെ വയ്ക്കുന്നത് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് വരും. ചേച്ചി, ഇപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്? നമുക്ക് ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. നമുക്ക് ഉടനെ DSKയിൽ അതിൻ്റെ ഒരു 3-day വർക്ക്ഷോപ്പ് വരുന്നുണ്ട് പേരൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ പേരൻസ് വിചാരിക്കുകയാണ് ഇവർ നോൺ വെർബൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ വെർബലി ഉള്ള കുട്ടികളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ടെക്നീക്സ് പറഞ്ഞു കൊടുക്കാം. വേർബൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടാൻഡ്രംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരുടെ സെൻസറി നീഡ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ആ വർക്ക്ഷോപ്പ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അവർക്ക് വേർബൽ ആക്കാൻ നമ്മൾക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതും ഈ വർക്ക്ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യും. ഓട്ടിസ്റ്റിക് കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം പറയുന്നത് അവർക്ക് മുന്നേ കൂട്ടി അറിയില്ല കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, പ്രഡിക്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ് വരും. അപ്പോൾ നൗ ആൻഡ് നെക്സ്റ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ബോർഡുണ്ട്. അപ്പം അവനോട് നമ്മൾ പറയാണ് ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നൗ, ഇത് കഴിഞ്ഞാൽ നീ ഇതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവൻ അടുത്ത കാര്യത്തിന് വേണ്ടി ഹി വിൽ പ്രിപ്പയർ ഹിംസെൽഫ്. അപ്പോൾ അവനതൊരു പരിചയമില്ലാത്തൊരു സംഭവമല്ല ഇത്.
അവർ കംഫർട്ടബിൾ അല്ലാത്ത ഫെമിലിയർ അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ അവർ കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ട് കാണാറുണ്ട്. ടാൻഡ്രംസ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൗ ആൻഡ് നെക്സ്റ്റ് ബോർഡ് കമ്മ്യൂണിക്കേഷൻ ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ DSKയിൽ ഇപ്പോൾ 3-day വർക്ക്ഷോപ്പ് ഉടനെ വരും. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എൻ ഓട്ടിസ്റ്റിക് ചൈൽഡ്. ഓക്കെ. ചേച്ചി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാവുന്ന ഒരു അവയർനെസ് എന്തായിരിക്കും? ഓട്ടിസം ഇസ് എ കണ്ടീഷൻ. യെസ്. അല്ലാതെ അവരെ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദം. ഇപ്പം നമുക്ക് ഡിപ്രഷൻ വരുന്നുണ്ട് അല്ലേ, അതല്ലെങ്കിൽ നമുക്ക് ക്യാൻസർ വരുന്നുണ്ട്, വേറെ എയ്ഡ്സ് വരുന്നുണ്ട്, അങ്ങനെ പല പല അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് നമ്മുടെ ഇടയിലൊക്കെ. അപ്പം ഇവരൊക്കെ നമ്മളാണ് മോശമാക്കണേ എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. ബിക്കോസ് ഇവർക്കൊരു എന്താ പറയുക, ഒരു റിവെഞ്ച്ഫുൾ മോഡിലേക്ക് പോകുന്നത് സൊസൈറ്റി അവരെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഓട്ടിസ്റ്റിക് കുട്ടികൾക്കും ഇതേപോലെ കൂടുതൽ ടാൻഡ്രംസ് വരുന്നത്, അല്ലെങ്കിൽ അവർ വളരെ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതൊക്കെ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കുറേ കൂടി ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പം ഒരു ഓട്ടിസ്റ്റിക് കുട്ടീനെ നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും, എവറിബഡി വിൽ ബി ഹോൾഡിങ് ഹിയർ. യെസ്. അല്ലേ, ഇവിടെയാണ് ഒരു കുട്ടിയെ പിടിക്കുന്നത്. ഇഫ് യു ഹോൾഡ് ദം ഹിയർ ദേ വിൽ ഫീൽ കംഫർട്ടബിൾ, ദേ വിൽ ഫീൽ സേഫ്. ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ പിടിക്കുമ്പോൾ ഈ 2 കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഹി വിൽ ഫീൽ ഹീസ് സേഫ് ഇൻ യുവർ ഹാൻഡ്സ്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം അവൻ ആദ്യം വന്ന് നമ്മുടെ ഇവിടെ ആയിരിക്കും പിടിക്കേണ്ടാവുക, നമ്മളത് വിട്ടിട്ട് അവൻ ഇവിടെ ആയിരിക്കും പിടിക്കുക, എന്നിട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പം നമ്മൾ അതൊക്കെ ഒരു ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ലൈക്ക് അവൻ്റെ പിടിച്ച് വലിക്കുമ്പോൾ ഹീസ് അണ്ടർ യുവർ കൺട്രോൾ. അപ്പം യു വിൽ ഹാവ് ദാറ്റ് സംബഡി ഈസ് കൺട്രോളിങ് മീ. അപ്പം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഐ എം ബീങ് കൺട്രോളിങ് അല്ലേ. പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോൾ അവൻ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേന്നുള്ളത് നമുക്ക് ആ വൈബ്രേഷനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവൻ ഡിസ്കംഫർട്ട് ആണോ കംഫർട്ടബിൾ ആണോ എന്നുള്ളതൊക്കെ ഈ പിടുത്തത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് യു ഷുഡ് ഡു. അപ്പം എന്താ പറയുക, ബേസിക്കലി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് ഇഫ് യു സ്റ്റാർട്ട് ഹോൾഡിങ് ദെയർ ഹാൻഡ്സ് ലൈക്ക് ദിസ്, ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് പോയിന്റ് വെയർ യു ക്യാൻ സീ ചേഞ്ചസ് ഇൻ ദം. അപ്പോൾ അതാണ് എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത്. നെവർ ട്രീറ്റ് ദം ലൈക്ക് സംബഡി അൺടച്ചബിൾ. അവർ നമ്മളുടെ ദേ ആർ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ADHD, സോഷ്യൽ ആങ്സൈറ്റി, OCD, എന്താ ഇല്ലാത്ത ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇവരെ ഒക്കെ കോർണർ ചെയ്യാതെ ജസ്റ്റ് ആഡ് ദം ടു യുവർ ഗ്രൂപ്പ്സ്. അപ്പം തന്നെ നമുക്ക് ചേഞ്ചസ് ഒരുപാട് എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഓട്ടിസം എന്നുള്ളത് ഒരിക്കലും ഒരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കമ്മ്യൂണിറ്റി അല്ല. ഇപ്പോൾ ശ്രീനാഥ്ജി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓട്ടിസം ആയിരിക്കും ഭരിക്കാൻ പോണേ അങ്ങോട്ട് എന്നുള്ള രീതിയിൽ. അപ്പം ഒരുപാട് ജോത്സ്ന അല്ലേ, മ്യൂസീഷ്യൻ ജോത്സ്ന ഓട്ടിസ്റ്റിക് ആണെന്ന് റീസെൻ്റ്ലി പബ്ലിക്കിനോട് പറയലുണ്ടായി. അപ്പോൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തോ ജോത്സ്നയ്ക്ക് ഓട്ടിസം ഉണ്ട് എന്നുള്ളത്? ആരെങ്കിലും ജോത്സ്നെ മാറ്റി നിർത്തിയോ? ഇപ്പം നമ്മൾക്കും എവിടെയെങ്കിലും ഈ ക്യാൻസർ സെല്ല് എല്ലാവരുടെ ഉള്ളിലുള്ള പോലെ തന്നെ ഓട്ടിസ്റ്റിക് സെല്ല് എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. ഇറ്റ് വിൽ ബി ലൈക്ക് എങ്ങനെ നിങ്ങൾ വളരുന്നു, വാട്ട് ഈസ് യുവർ സർക്കംസ്റ്റാൻസസ്, അല്ലെങ്കിൽ പേരൻസിന് വല്ല അഡിക്ഷൻസ് ഉണ്ടോ, ഇതൊക്കെ റീസൺ ആണ് ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുറത്തുള്ള കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സൺലൈറ്റ് വളരെ കുറവുള്ള മാസങ്ങളാണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ബ്രൈറ്റ്നെസ് ബ്രിങ്സ് ഹാപ്പിനെസ്, അപ്പോൾ ഡാർക്ക്നെസ് ബ്രിങ്സ് ഡിപ്രഷൻ അല്ലേ. അപ്പോൾ കൂടുതൽ ടൈം ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്ന അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികൾ വിൽ ബി ലൈക്ക് ദാറ്റ്. അപ്പം അവരെ ഹാപ്പി ആക്കി വെക്കേണ്ടത് ആരുടെ കടമയാണ്? ഒരു ഹസ്ബൻഡിൻ്റെ മാത്രമല്ല, ഫുൾ സൊസൈറ്റിയുടെ കടമയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു കുട്ടി, ഒരു ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി വരുമ്പോൾ നെവർ ലിമിറ്റ് ദം, ആക്സെപ്റ്റ് ദം ആസ് പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പം തന്നെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു ചേച്ചി. അപ്പോൾ ഇത്രയും നേരം DSK അക്കാദമിയിൽ വന്നതിനും ഞങ്ങളോടൊക്കെ സംസാരിച്ചതിന് താങ്ക് യു.